ഇനി നിനക്ക് എന്താ പറയാനുള്ളത്? പറ. എൻ്റെ പേര് സൈമൺ. ഞാനൊരു ഡ്രഗ് ട്രാഫിക്കറാണ്, മയക്കുമരുന്ന് കടത്തുന്നയാൾ. മയക്കുമരുന്ന് മാഫിയകളുടെ അടുത്തു നിന്ന് ലഭിക്കുന്ന ഡ്രഗ്സ് എല്ലാം സിറ്റിയിലെ ഡീലർമാരുടെ അടുത്തെത്തിക്കലാണ് എൻ്റെ ജോലി. അവിടെ നിന്ന് ആ ഡ്രഗ്സ് മിഡിൽമാൻ്റെ അടുത്തേക്കും അവിടെ നിന്ന് കസ്റ്റമറുടെ അടുത്തേക്ക് എത്തിച്ചേരും. എല്ലാ സിറ്റിയിലും ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ മുക്കാലും സ്കൂൾ സ്റ്റുഡൻസ് ആണ്. എല്ലാത്തിനും മോഹം തോന്നുന്ന അറിയാത്ത പ്രായം. എന്തും ചെയ്യാൻ തയ്യാറായിരിക്കും അവരുടെ മനസ്സ്. അവരുടെ ആ ഒരു തോന്നലാണ് ഇവിടെ നടക്കുന്ന മയക്കുമരുന്ന് ബിസിനസിന്റെ മെയിൻ USP. ഒരൊറ്റ തവണ ഡ്രഗ് ഉപയോഗിച്ചാൽ പിന്നെ എല്ലാ കാലത്തേക്കും അവരതിനനുഭവപ്പെട്ടു പോകും. പിന്നെ അതില്ലാതെ അവർക്ക് ജീവിക്കാനാവില്ല. അത്ര എളുപ്പത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും. ഇപ്പോഴുള്ള പിള്ളേരൊന്നും മദ്യത്തിനും സിഗരറ്റിനും വലിയ വില കൊടുക്കാറില്ല. കൊക്കൈൻ, ഹെറോയിൻ, LSD തുടങ്ങിയ വലിയ ഡ്രഗ്സുകളൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. ഞങ്ങളാണ് അവർക്കിപ്പം കാണപ്പെട്ട ദൈവങ്ങൾ. ഡ്രഗ്സിന്റെ ആ മയക്കം വേറെ ലെവലാണ്, നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറം. പെട്ടെന്ന് അവരുടെ മനസ്സിൽ വേറൊരു ലോകം സൃഷ്ടിക്കും. തലച്ചോറിന്റെ കൺട്രോൾ അത് ഏറ്റെടുക്കും. അവർ എന്ത് ചെയ്താലും ശരിയെന്ന് പറയും. ഈ ലോകത്തെത്തിപ്പെട്ടവർ മരണത്തെ ഭയപ്പെടില്ല, ആരെയും കൊല്ലാനും. അവരാണ് ഈ ലോകത്തിലെ മോസ്റ്റ് ഡേഞ്ചറസ് സൈക്കോ. പക്ഷേ ആ ലോകം വിട്ടവർ എന്തെങ്കിലും പുറത്തിറങ്ങണമെന്ന് ചിന്തിച്ചാൽ ഏതെങ്കിലും രൂപത്തിൽ മരണം അവരെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. ഞാൻ വെറും ഏജന്റ് മാത്രം. എന്നെ ഒരുത്തനെ മാത്രം പിടിച്ചതുകൊണ്ട് നാട്ടിലെ ഡ്രഗ് മാഫിയ മുഴുവൻ നിങ്ങളുടെ കൺട്രോളിലായെന്ന് കരുതണ്ട. എന്നെ പോലെ എല്ലാ സ്ഥലത്തും ഓരോ ഡ്രഗ് ട്രാഫിക്കർ ഉണ്ട്, ഓരോ മിഡിൽമാനും. അതുപോലെ ഓരോ വീട്ടിലും ഞങ്ങൾക്കുള്ള കസ്റ്റമേഴ്സ്. ആരോ ഡ്രഗ്സ് വിൽക്കുന്നു, ആരോ അത് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ആ ആരോ ചിലപ്പോൾ നാളെ നമ്മുടെ മകനോ മകളോ ആകാം. ഇനി വരുന്ന തലമുറയെങ്കിലും ഈ ലഹരി മാഫിയയിൽ നിന്ന് രക്ഷപ്പെടുത്താം. നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗമോ വിൽപ്പനയോ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലോ താഴെ കാണുന്ന യോദ്ധാവ് എന്ന നമ്പറിലേക്ക് വിളിച്ചറിയിക്കുക. നിങ്ങളുടെ ഓരോ വിവരങ്ങളും ഞങ്ങളുടെ പക്കൽ അതീവ രഹസ്യമായിരിക്കും. സേ നോ ടു ഡ്രഗ്സ്.